എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്നും നമ്മുടെ ചക്കയോട് തന്നെയാട്ടോ പൊരുതല്. ഇന്നൊരു നല്ല അടിപൊളി വരിക്ക ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് പഴുപ്പൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് വെട്ടി റെഡിയാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി ചക്കപ്പഴം ഒക്കെ എടുത്ത് വരട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നു. ഇനി ഇന്നത്തെ അംഗം രാവിലെ തന്നെ മക്കളെ രണ്ടുപേരെയും വിട്ടു. അത് കഴിഞ്ഞുള്ള കാപ്പിയുടെയും കഴിഞ്ഞുള്ള ഫസ്റ്റ് അംഗമാട്ടോ ഇതിനോട്. വലിയ മഴയൊക്കെ പെയ്യണതിന് മുമ്പ് ഒന്ന് ഇവിടെ നിന്ന് വെട്ടിയെടുത്തോണ്ട് പോയാൽ പിന്നെ കുഴപ്പമില്ല. പാകം ഒന്നും കഴിഞ്ഞിട്ടില്ല, നല്ല പാകം. ഇത്ര ഒരു മധുരത്തിന് നമ്മൾ ഇന്ന് ഇട്ട് വെച്ച് പഴുപ്പിക്കുകയല്ല ചെയ്തേ, ഇന്ന് ഇടുവാട്ടോ ചെയ്തേ. അതുകൊണ്ട് ഒരു മധുരത്തിൻ്റെ ഒരു ചെറിയ ഇത്തിരി ഒരു വെള്ളച്ചൊവയൊക്കെ വന്നേ. ചക്കയൊക്കെ നന്നായിട്ട് മൂത്തത് ഇട്ട് വെച്ച് പഴുപ്പിക്കുകയാണെങ്കിലല്ലേ നല്ല മധുരം കിട്ടുള്ളൂ. ഇത് പറഞ്ഞാൽ നമുക്ക് അങ്ങ് വരട്ടി വെച്ചാൽ പിന്നെ ഒരു കൊല്ലത്തേക്കുള്ളത് കാണും കേട്ടോ. നല്ല വരിക്ക അത്യാവശ്യം പഴുത്തു, വരട്ടാൻ വേണ്ടി ആവശ്യത്തിന്. ഇന്നും ഇങ്ങോട്ട് മഴ തന്നെയാണ്. ഇന്നലെ മഴയായിരുന്നു, മഴ. അപ്പം ഞാൻ ഇനി ഇതൊന്ന് വെട്ടിയെടുത്തുകൊണ്ട് കയറട്ടെ കേട്ടോ. അടുത്ത മഴയ്ക്ക് മുമ്പ് ഒന്ന് വെട്ടിയെടുത്തു. അപ്പം ഞാൻ ഈ ചക്കയൊക്കെ വെട്ടിയെടുത്തു മൊത്തം. അപ്പം ഞാൻ ഇച്ചിരി ചക്കപ്പഴം തിന്നാന്ന് ഓർത്താൽ ഞാൻ എടുത്തേക്കണുണ്ടോ. വരിക്ക ചക്ക ഒന്ന് കീറി എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കര. നമുക്ക് ഓരോ പീസ് എടുത്ത് ഇത് കൂട്ടി ഇളക്കിയാണെങ്കിലും തിന്നാം. തേങ്ങ ശർക്കര കൂടെ കൂട്ടിയാണ് ഇത് നോക്കും. സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ ഈ ചക്കക്കാലത്ത് ഇങ്ങനെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് കമൻറ്റ് തരണം കേട്ടോ. അപ്പം ചക്ക വറ്റാൻ വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ ഒന്ന് ആക്കി കുറച്ചായി വന്നപ്പോഴോ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് തിളച്ച് ഇതായി വന്നപ്പോൾ ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇത് കല്ലൊക്കെ ഉണ്ടായിരുന്നു ആ ശർക്കരയിൽ, അതുകൊണ്ട് ഞാൻ പാനിയാക്കിയതാണ് കേട്ടോ. ചക്ക വറ്റുമ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കേടൊന്നും ആവില്ല കേട്ടോ. ഒത്തിരി നാളിരിക്കും. ഒരു വർഷമൊക്കെ കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ വരട്ടി വെച്ചിട്ട് ഒരു കുഴപ്പം വന്നില്ല. ഒരു വർഷം ഞാൻ ഫുള്ളെടുത്ത് തീർന്നപ്പോഴാണ് പിന്നെ ഒരു വിഷയം കംപ്ലൈൻറ്റ് ഒന്നും വരില്ല കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തിട്ടില്ല എനിക്ക് ഒന്ന് ചെയ്ത് നോക്കണം. ശർക്കരയും കൂടെ കൂടുമ്പോൾ പിന്നെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. നന്നായിട്ട് വെള്ളം വറ്റിച്ച് വെച്ചാൽ മതിയേ. ഇനി ഇതിൻ്റെ വെള്ളം വറ്റിച്ച് നന്നായിട്ട് കുറുക്കി എടുക്കണം. അത് അങ്ങനെ ഒരു പാടുണ്ട് കേട്ടോ ശർക്കര പാനിയായിട്ട് ഒഴിക്കുമ്പോൾ. കല്ലുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പൊടിച്ചങ്ങിട്ടാൽ മതി, പൊടി അങ്ങിട്ടാൽ മതിയേ. നേരം പെട്ടെന്ന് വെള്ളം വറ്റും, എളുപ്പമുണ്ട്. തെറിക്കണമുണ്ടോ കയ്യേലെങ്ങാനും തെറിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല കഞ്ഞിവെള്ളം ചാടണ പോലെ ഇരിക്കും കേട്ടോ. അതിനേക്കാളും പൊള്ളലായിരിക്കും. ഇമാതിരി തിളച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതൊന്ന് പാകമാക്കിയെടുക്കാൻ നന്നായിട്ട് കഷ്ടപ്പെടും കേട്ടോ. അടുപ്പിൻ്റെ ചോട്ടിൽ നിന്ന് മാറാതിരുന്നിട്ട് എത്ര മണിക്കൂറായിന്നറിയോ. ഇളക്കോടിളക്ക് കാട്ടിത്തരാം ഏതവസ്ഥ എത്തിയെന്ന് കേട്ടോ. അതിൻ്റെയൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പാകാവട്ടോ. അത് ആദ്യം തന്നെ ഒറ്റ ഇതിനത് കാണിച്ചു തന്നാൽ നിങ്ങളെന്ത് വിചാരിക്കുമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ എടുത്തോണ്ടിരുന്നാലും ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് വീഡിയോ എടുക്കാണ്ടിരുന്നത്. എന്നാലും ഒരു 2 മണിക്കൂറൊക്കെ ആയി. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. കാരണം ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ശർക്കരപ്പാനി, പിന്നെ ഏലക്ക, ജീരകം, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കുറച്ച് എടുത്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിട്ടോ. നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട്, വേണ്ട തിക്കായിട്ടുണ്ട്. ഏകദേശം ഇത് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാറാവുക. അതാ നമ്മുടെ എൻഡിങ് പോയിന്റിലേക്ക് എത്തുക കേട്ടോ. ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തണയാണ് കാണുന്നത് കേട്ടോ. എന്നാലും ഈ ഉരുളിയിൽ നിറച്ചുകൊണ്ടായിരുന്നു, ഒരു 3/4 ഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ പാകം എത്തിയപ്പോഴേക്കും എന്താ തിളയൊക്കെ നിന്നോട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം ഉള്ളപ്പോഴാണ് ഈ തിളയ്ക്കണേ. നന്നായിട്ട് കൊമള കുത്തി തെറിക്കുമല്ലായിരുന്നോ കണ്ടോ. ഇപ്പോൾ ഒരുമാതിരി പാകമായി. അപ്പം ഞാൻ അടുപ്പ് നിന്ന് അപ്പം അതെ നമ്മുടെ ചക്ക വരട്ടി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവി ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം അതേ വാങ്ങി വെച്ചോളൂ. ഇനി ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 1 വർഷത്തോളം ഒരു കേടും കൂടാണ്ടിരിക്കും കേട്ടോ. നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യണം. ഇതിട്ട് വെക്കുന്ന പാത്രം എന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം. പിന്നെ അത് എടുക്കുമ്പോഴൊക്കെ നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിങ്ങനെയാണ് എല്ലാ തവണയും സൂക്ഷിച്ച് വെക്കാറുള്ളത് കേട്ടോ. ഒരു കുഴപ്പം അതിന് വരാറില്ല. നമുക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ പുറമെ സൂക്ഷിക്കാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പം അതെ
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുകയും ചെയ്യണം. യൂട്യൂബിൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.